ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 26 മുതൽ സംഖ്യാപുസ്തകം 1 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം പുറപ്പാട് 4-ാം അധ്യായം 18-ാം വാക്യം. യിത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. മിദ്യാനിലെ ഒരു പുരോഹിതനും പ്രഭുവും മോശയുടെ അമ്മായി അപ്പനുമാണ് യിത്രോ. യിത്രോ എന്നത് ഒരു സ്ഥാനപ്പേരോ ഉപനാമമോ ആയിരിക്കാമെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29-ാം വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് റയൂവേൽ എന്നും പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ റഗൂവേൽ എന്നും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതൻ അഥവാ അതിവിശിഷ്ടൻ എന്നൊക്കെയാണ് ഈ പേരുകളുടെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ മകളായ സിപ്പോറയെ മോശ വിവാഹം കഴിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന് ഒരു മകനും ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിൻ്റെ പേര് ഹോബാബ് എന്നാണെന്നും ന്യായാധിപന്മാർ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും 4-ാം അധ്യായം 11-ാം വാക്യത്തിലും കാണുന്നു. എന്നാൽ ഇദ്ദേഹത്തെ കേന്യൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. മിദ്യാന്യ ഗോത്രങ്ങളിലൊന്നാണ് കേന്യർ എന്ന് കാണുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് പുരോഹിത ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയായിരുന്നു യിത്രോ. യിത്രോ എന്ന പേരിന് സമൃദ്ധി എന്ന ഒരു അർത്ഥവും കാണുന്നു. ഇന്ന് യിത്രോയുടെ ജീവിതത്തെക്കുറിച്ച് അല്പമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ആതിഥ്യ മര്യാദയും ദൈവഭക്തിയും ഉള്ള വ്യക്തിയായിരുന്നു യിത്രോ. സഹോദരനായ എബ്രായ അടിമയെ മോശ വരേണ്യവർഗത്തിലെ പീഡകന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മോശ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ഫറവോനെ ഭയന്ന് ഓടിപ്പോയ വഴിയിൽ മോശ മിദ്യാനിൽ എത്തുന്നു. അവിടെ ആടുമേയിച്ചു കൊണ്ടിരുന്ന റഗൂവേലിൻ്റെ പുത്രിമാരെ മോശ കണ്ടുമുട്ടുന്നുണ്ട്. അവർ വഴി മോശയ്ക്ക് യിത്രോയുടെ ഭവനത്തിൽ പാർക്കുവാനും സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ യിത്രോ ആതിഥ്യ മര്യാദ കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം യിത്രോ തൻ്റെ മക്കളിൽ ഒരാളായ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായിട്ട് നൽകുന്നുണ്ട്. മാത്രമല്ല, യഹോവ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനും ദൈവം അതിനുശേഷം അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും യിത്രോ സന്തോഷിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയും. സകല ദേവന്മാരിലും യഹോവ വലിയവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു യിത്രോയെ നമുക്ക് കാണാം. തുടർന്ന് ദൈവത്തിന് യിത്രോ ഹനനയാഗവും ഹോമയാഗം കഴിക്കുകയും യഹോവയുടെ സന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ യിത്രോ ആതിഥ്യ മര്യാദയും ദൈവഭയവുമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായിട്ട് ഭരണകാര്യങ്ങളിലും ന്യായപാലനത്തിലും നൈപുണ്യമുള്ളവനായിരുന്നു യിത്രോ. മോശ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനായി ബന്ധപ്പെടുന്നത് യിത്രോ മനസ്സിലാക്കുന്നു. ജനം രാവിലെ മുതൽ വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും വന്ന് കൂടി നിൽക്കുന്നു. ആയിരക്കണക്കിനുള്ള ജനത്തിന് നീതിയും ന്യായവും നടപ്പിലാക്കുവാനും അവരെ ബുദ്ധി ഉപദേശിക്കുവാനും മോശ ഏകനായി ഭാരപ്പെടുന്നത് യിത്രോ കാണുന്നുണ്ട്. അവിടെ മോശയ്ക്കൊരു സഹായമെന്നോണം ബുദ്ധി ഉപദേശിക്കുവാനായിട്ട് യിത്രോ ശ്രമിക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ ക്ഷീണിച്ചു പോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ മോശയ്ക്ക് ഭാരമാകാതെ തൻ്റെ നൈപുണ്യം യിത്രോ തെളിയിക്കുന്നുണ്ട്. യിത്രോ മോശയെ ശക്തനാക്കുന്നു. അത് ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്: ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും ഉപദേശങ്ങളും ധാർമ്മികതകളും അറിയിക്കുകയും ചെയ്യുക. എന്നാൽ അവരിൽ നിന്ന് പ്രാപ്തിയുള്ളവരെ നീ തിരഞ്ഞെടുക്കുക. 100 പേർക്കും 50 പേർക്കും 10 പേർക്ക് ഇങ്ങനെ നേതൃത്വം നീ വിഭാഗിച്ച് അവർക്ക് നൽകുക. നേതൃത്വത്തിൽ വരുന്നവരും ഇങ്ങനെ ന്യായപാലനം നടത്തട്ടെ എന്ന്. എന്നാൽ അവർക്ക് പറ്റാത്തത് മാത്രം നീ ചെയ്യുക.
അങ്ങനെ ഏറെ വിഷമകരമായത് മാത്രം മോശ ഏറ്റെടുത്ത് നിവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഭരണകാര്യങ്ങളിലും ന്യായപാലനത്തിലുമൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും നിലപാടുകളും ഉള്ള വ്യക്തിയായിരുന്നു പുരോഹിതനും പ്രഭുവുമായിരുന്ന യിത്രോ. ദൈവം നമുക്കും നൽകിയിരിക്കുന്ന കഴിവുകൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുവാനും വ്യക്തമായ കാഴ്ചപ്പാടോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. പ്രിയ കർത്താവെ, വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ളവരായി ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്നവരായി ദൈവഭക്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.